ഡേറ്റ ചോർച്ചയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടതിന് തെളിവ് പുറത്തുവിട്ട് രമേശ് ചെന്നിത്തല. പുറത്തുവന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഇൻഫർമേഷൻ കേരള മിഷന് നൽകിയ കത്ത്. കെ സ്മാർട്ട് ആപ്ലിക്കേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ സമ്പൂർണ്ണ വിവരങ്ങൾ നൽകണമെന്ന ആവശ്യം. സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് ചെന്നിത്തല. തിരുവനന്തപുരം ജില്ലയിലെ 10 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കാൻ CPM. തിരുവനന്തപുരം സെൻട്രലും കോവളവും ഏറ്റെടുക്കാൻ നീക്കം. കൊച്ചി നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കി ലത്തീൻ സഭ. കൊച്ചിയിൽ നിന്നുള്ളവരെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നും രൂപതാംഗമാകണമെന്നും ആവശ്യം. രണ്ട് ദിവസ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് രാത്രി 9 മണിക്ക് പാർലമെന്റ് സെനറ്റിനെ അഭിസംബോധന ചെയ്യും. വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താനുള്ള ധാരണാപത്രം ഒപ്പിടും. മോദിയുടെ സന്ദർശനം അമേരിക്ക ഇറാൻ യുദ്ധഭീതി നിലനിൽക്കുന്നതിനിടെ. കോട്ടയത്ത് ദേവലോക അരമനയിലും NSS ആസ്ഥാനത്തും എത്തി രമേശ് ചെന്നിത്തല. രാഷ്ട്രീയം കൂടി ചർച്ചയായെന്ന് വിശദീകരണം. അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. ദേവലോകത്ത് ഞാൻ ഇന്നലെ പോകുന്നതല്ല. കോട്ടയത്ത് MP ആയിരിക്കുന്ന കാലം മുതൽ ദേവലോക അരമനയായിട്ടും ബാബാ തിരുമേനിമാരുമായിട്ടും നല്ല ബന്ധമാണ് എനിക്കുള്ളത്. അപ്പോൾ ഞാനിന്ന് കോട്ടയത്ത് വന്നപ്പം ആ ദേവലോകത്തൊന്ന് പോയി എന്നുള്ളതാണ്. തിണ്ണനിരങ്ങലും സന്ദർശനവും രണ്ടെന്ന് VD സതീശൻ. മറുപടി ചെന്നിത്തലയുടെ സന്ദർശനം തിണ്ണനിരങ്ങലല്ലേ എന്ന ചോദ്യത്തിന്. വർഗീയത പറഞ്ഞാൽ അതിനെ എതിർക്കുന്ന വർഗീയത തിണ്ണനിരങ്ങലും പോയി കാണലും തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായി? തിണ്ണനിരങ്ങ അവിടെ കിടക്കണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. തിണ്ണനിരങ്ങ എന്നുള്ള വാക്കും സന്ദർശിച്ചു എന്നുള്ള വാക്ക് രണ്ടാണ്.